ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ ആയല്ലോ. ഷോപ്പിങ്ങിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ. അപ്പം ബഡ്ജറ്റ് കുറവാണ്. അപ്പം കുറച്ച് ഷോപ്പിംഗ് വെച്ചണം. ഒരു ടി വി വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം. ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പം വില കുറച്ച് എവിടെ കിട്ടും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. അതായത് നമുക്ക് ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എ സി മുതലായ സാധനങ്ങൾ പകുതിയിലും താഴെ, അതായത് കമ്പനി ഇന്ന് കടയിൽ കൊടുക്കുന്ന വിലയുടെ പകുതിയിലും താഴെ നിങ്ങൾക്ക് കിട്ടുന്ന പല മാർഗങ്ങളുമുണ്ട് ഇന്ന്. അതിൽ ഒന്നാണ് റീഫർണിഷ്ഡ് സ്റ്റോർ. റീഫർണിഷ്ഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം തെറ്റിദ്ധരിക്കുന്നൊരു കാര്യം, ഇത് കേടായ സാധനം നന്നാക്കി കൊണ്ടുവച്ച് വിൽക്കുന്നു എന്നല്ലേ. എങ്കിൽ അങ്ങനെയൊന്നുമല്ല. അതായത് കമ്പനിയിൽ നിന്ന് ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് പുറത്തോട്ടിറങ്ങുമ്പോൾ അതിന് യാതൊരുവിധമായ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ സ്കാർച്ചോ ഒന്നും പാടുള്ളതല്ല. അതായത് ഒരു പ്രൊഡക്റ്റിന് ഒരു പൊട്ടലോ പാടോ ഒന്നും പാടില്ലെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ഫിസിക്കൽ ഡാമേജ്, ബോഡിക്കുണ്ടാകുന്ന എന്തൊരു ഡാമേജും ഉള്ള സാധനങ്ങളും ഇവർക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പോകത്തില്ല വരും. അത് ഏത് ബ്രാൻഡായാലും ഏത് കമ്പനി ആയാലും അവർ ചെയ്യുന്നൊരു കാര്യം, ഇത് ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടല്ലോ, ഏതൊരു പ്രൊഡക്റ്റിനും ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ട്. ആ ഒരു കോസ്റ്റിന് മുകളിൽ ഒരു ചെറിയ ലാഭം എടുത്തിട്ട് ഇവരിതെല്ലാം ചെറിയ വിലയ്ക്ക് ഇത് പുറത്ത് വിൽക്കും. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് വിൽക്കുന്ന സാധനമാണ് റീഫർണിഷ്ഡ് സാധനം. ഇത് വിത്ത് വാറണ്ടിയിലും വിത്തൗട്ട് വാറണ്ടിയിലും വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയ ഈ ഒറിജിനൽ സാധനം ചെറിയ കംപ്ലൈൻറ്റ് കാണും, ചെറിയൊരു പോറലോ ചെറിയൊരു സ്കാർച്ചോ. ഇത് പക്ഷേ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇന്ന് ഇങ്ങനത്തെ സ്റ്റോറുകൾ കേരളത്തിൽ പലയിടത്തായിട്ട് അധികമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഓണത്തിന് ബഡ്ജറ്റായിട്ട് സാധനം എടുക്കുന്നവർക്ക് നേരെ അങ്ങോട്ട് പോയാൽ ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും.